+2 ബിസിനസ് സ്റ്റഡീസിൻ്റെ പുതിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, അതിൽ FW ടൈലറിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് തുറന്ന് വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ നോട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കയ്യിലെടുത്ത് വയ്ക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ FW ടൈലറിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പഠിച്ചു. അത് ഇഫക്റ്റീവായിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ടൈലർ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്നിക്സ് ആണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. 7 ടെക്നിക്സ് ആണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, സെക്കൻഡ് വൺ standardization and simplification of work, then third method study, fourth one motion study, fifth one time study, sixth fatigue study, and seventh one differential piece weight system. Okay, നമുക്ക് അതിൽ ഫസ്റ്റ് വൺ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്താണെന്ന് നോക്കാം. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. In this technique, Taylor suggested the division of factory into 2 departments, planning department and production department. Through this, planning is separated from execution. Taylor said foreman must be intelligent, educated, energetic, honest, and profession expert. All these qualities cannot be found in one person. So, Taylor stressed on having minimum 8 experts, 4 under each department to order and guide workers. So, നമ്മൾ ഇവിടെ ഫസ്റ്റ് ടെക്നിക്കിൽ നമ്മുടെ ടൈലർ സജസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ ഓർഗനൈസേഷനിൽ 3 ലെവലുകളാണ് ഉള്ളത്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിൽ ലോവർ ലെവലിൽ ഫോർമാൻ വരുന്നുണ്ട്. ഫോർമാൻ ഈസ് ദ ലോവസ്റ്റ് റാങ്കിങ് മാനേജർ ഇൻ എൻ ഓർഗനൈസേഷൻ. അറ്റ് ദ സെയിം ടൈം ഹീ ഈസ് ദ ഹയസ്റ്റ് റാങ്കിങ് വർക്കർ. ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ആയിട്ട് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും മിങ്കിൾ ചെയ്യുന്നതും ഫോർമാനാണ്. അത് മാത്രമല്ല, ആ ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസിലെ വർക്കേഴ്സിൻ്റെ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഫോർമാൻ്റെ കഴിവനുസരിച്ചായിരിക്കും. സോ ഇവിടെ ടൈലർ സജസ്റ്റ് ചെയ്യുന്നത് ഒരു ഫോർമാന് മിനിമം കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. ടൈലർ സെയ്ഡ് ഫോർമാൻ മസ്റ്റ് ബി ഇൻ്റലിജൻറ്റ്, എഡ്യൂക്കേറ്റഡ്, എനർജറ്റിക്, ഹോണസ്റ്റ്, പ്രൊഫഷൻ എക്സ്പെർട്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഓൾ ദീസ് ക്വാളിറ്റീസ് കനോട്ട് ബി ഫൗണ്ട് ഇൻ വൺ പേഴ്സൺ. ഇത് എല്ലാവരിലും ഒരുമിച്ച് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ടൈലർ കൊണ്ടുവന്ന ഒരു ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. അണ്ടർ ദ ഫാക്ടറി മാനേജർ ദർ വാസ് എ പ്ലാനിംഗ് ഇൻചാർജ് ആൻഡ് പ്രൊഡക്ഷൻ ഇൻചാർജ്. ഒരു ഓർഗനൈസേഷനിൽ ഫാക്ടറി മാനേജറിൻ്റെ താഴെ നമുക്കിവിടെ സ്ക്രീനിൽ കാണാം ഫാക്ടറി മാനേജർ തേർഡ് ലെവലിൽ, ലോവർ ലെവലിൽ ഫാക്ടറി മാനേജർ വരുന്ന ലെവലിൽ ആൾക്ക് താഴെയായിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് 2 ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് തരംതിരിക്കുകയാണ്. അതിൽ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ 4 പേര്: ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനറിയൻ. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഇൻചാർജിൻ്റെ അണ്ടറിൽ സ്പീഡ് ബോസ്, ഗാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ. ഇങ്ങനെ 8 പേര് ഒരു വർക്കറിനെ അറ്റ് എ ടൈം ക്ലോസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഈ പറയുന്ന 8 പേർക്കും അവരുടേതായ ഡ്യൂട്ടീസ് ഉണ്ട്. ആ ഡ്യൂട്ടീസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ 8 പേര് ഒരു വർക്കറിനെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുമ്പോൾ ഒരു ഫോർമാൻ ഒറ്റയ്ക്ക് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും എന്നാണ് നമ്മളെ ടൈലർ ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഫങ്ഷണൽ ഫസ്റ്റ് ടെക്നിക്ക് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഇതിൽ 8 പേരുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടി എന്താ നോക്കാം. ആദ്യം തന്നെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണിൽ വരുന്നത് റൂട്ട് ക്ലർക്ക് വരുന്നുണ്ട്. റൂട്ട് ക്ലർക്കിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡിറ്റർമിനിങ് ദ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഫോർ കംപ്ലീറ്റിംഗ് എ പർട്ടിക്കുലർ ജോബ് ഓർ ടാസ്ക്. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായി വരുന്ന സ്റ്റെപ്സ്, അതുപോലെ തന്നെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വരുന്ന കൃത്യമായിട്ടുള്ള സീക്വൻസുകൾ കൃത്യമായി ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് റൂട്ട് ക്ലർക്കിൻ്റെ ഡ്യൂട്ടിയിൽ വരുന്നത്. അടുത്തത് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് ഇഷ്യൂസ് ഇൻസ്ട്രക്ഷൻ കാർഡ് ടു വർക്കേഴ്സ്. അതുപോലെ അടുത്തത് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് റെക്കോർഡ്സ് ദ ടൈം ടേക്കൻ ഫോർ കംപ്ലീഷൻ എ ജോബ് ആൻഡ് ആൾസോ പ്രിപ്പയേഴ്സ് കോസ്റ്റ് ഷീറ്റ് ഫോർ എവറി ജോബ്. ഇതിനടുത്ത് വരുന്ന 4ാമത്തെ ആൾ ഡിസിപ്ലിനറി എൻഷുറിങ്
ഡിസിപ്ലിൻ. ഇതാണ് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ വരുന്ന 4 പേര് gang boss arranges all machines, tools and other resources for work. Then speed boss ensures timely completion of work. Then മൂന്നാമത്തെ ആള് repair boss take care of maintenance of machines. And the fourth one, inspector keeps check on quality control on the output. അപ്പോൾ ഇത്രയും 8 പേരാണ് ഒരു ഫോർമാൻ, ഒരു വർക്കറെ ക്ലോസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടൈലർ പറയുന്ന എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരാൾക്ക് പകരം 8 പേര് അറ്റ് എ ടൈം വർക്കറെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നു. ഈ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൻ്റെ ഒരു ഡയഗ്രാം കാണാം. സാധാരണ എക്സാമിന് വരയ്ക്കാൻ ചോദിക്കാറുള്ള ഒരു ഡയഗ്രമാണത്. നമുക്കതിൽ കാണാം ഒരു ഫാക്ടറി മാനേജറിൻ്റെ അണ്ടറിൽ രണ്ട് പേരെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 2 ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട്. പ്ലാനിങ് ആൻഡ് പ്രൊഡക്ഷൻ 2 ഇൻചാർജുകൾ, അവരുടെ കീഴിലായിട്ട് 4 പേര് വെച്ച് അങ്ങനെ 8 പേര് വർക്കർ അറ്റ് എ ടൈം. നമുക്ക് താഴെ കാണാം ഏറ്റവും ലാസ്റ്റ് വർക്കറിലേക്കാണ് എല്ലാ എറോസും പോകുന്നത്. അതിൽ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് ഉണ്ട്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ, സ്പീഡ് ബോസ്, ഗാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ. അപ്പോൾ ഒരു വ്യക്തിനെ ഇത്രയും അധികം, അതായത് 8 പേര് ക്ലോസ്ലി മോണിറ്റർ ചെയ്ത് ആൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും മറ്റു കാര്യങ്ങളും ഗൈഡൻസും കൊടുത്ത് വളരെ എഫക്റ്റീവായിട്ട് ഓർഗനൈസേഷനിലെ ഫാക്ടറിയിലെ പ്രൊഡക്ഷൻ ഫങ്ഷൻ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതാണ് നമ്മളുടെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്ന ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒരു ടെക്നിക്കാണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. Standardization refers the process of setting standards for every business activity. It refers to setting up standards for size, type, weights and quality of product. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ബിസിനസ് ആക്ടിവിറ്റികൾക്കും കൃത്യമായ ഒരു സ്റ്റാൻഡേർഡ് നിർണ്ണയിക്കുക, അതായത് നിലവാരം നിർണ്ണയിക്കുന്ന ഒരു പ്രക്രിയയാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ക്യാൻ ബി ദ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് പ്രോസസ്, raw material, time, product, machinery, methods or even working conditions. These standards are the benchmarks. ആ ഓർഗനൈസേഷനിലെ സ്റ്റാർട്ടിങ് ഫ്രം പ്രൊഡക്ഷൻ പ്രോസസ്, അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ്, ടൈം, പ്രൊഡക്റ്റ്, ഈവൻ വർക്കിംഗ് കണ്ടീഷൻ വരെ എങ്ങനെയുള്ളതായിരിക്കണം എന്ന് മുന്നേ കൂട്ടി തീരുമാനിച്ച് അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയെയാണ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. ഒരു ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷനിലെ പ്രൊഡക്റ്റിൻ്റെ ടൈപ്പിലും ഷേപ്പിലും സൈസിലും ഈവൻ കളറിൽ വരെ ഒരു യൂണിഫോമിറ്റി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഈ പ്രോഡക്റ്റുകളുടെയൊക്കെ പാർട്സ് ഇൻ്റർചേഞ്ചബിലിറ്റി ഇവിടെ പോസിബിളാണ്. ഇതാണ് സ്റ്റാൻഡർഡൈസേഷൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ദെൻ സിംപ്ലിഫിക്കേഷൻ. Simplification aims at eliminating unnecessary diversity of product. ഓർഗനൈസേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് അനാവശ്യമായിട്ടുള്ള ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളുണ്ടെങ്കിൽ അത് കളറിലും ഷേപ്പിലും സൈസിലും ഇതൊക്കെ പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു രീതി തന്നെയാണ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. സിംപ്ലിഫിക്കേഷൻ എയിംസ് അറ്റ് എലിമിനേറ്റിംഗ് unnecessary diversity of products. It results in savings of cost of labor, machines and tools. It implies reduced inventories, fuller utilization of equipment and increasing turnover. Simplification കൊണ്ടുവന്നു കഴിഞ്ഞാൽ we can save the cost of labor and the machine and tools. And it implies reduced inventories. അതുപോലെ തന്നെ fuller utilization of equipment and we can increase the turnover of the organization. ഇതാണ് സിംപ്ലിഫിക്കേഷൻ കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത ടെക്നിക്കിലേക്ക് കിടക്കുകയാണ് മെത്തേഡ് സ്റ്റഡി. മെത്തേഡ് സ്റ്റഡി ഈസ് എ ടെക്നിക് ടു നോ ദ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്. നമുക്കറിയാം ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നതിന് പല രീതികളുണ്ട്. നമ്മൾ ദ ബെസ്റ്റ് വേ കണ്ടെത്തലിനെയാണ് നമ്മൾ മെത്തേഡ് സ്റ്റഡി അഥവാ രീതി പഠനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് ഫ്രം ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽസ് till the final product delivery to the ultimate consumer. റോ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ് തൊട്ട്
ടു ദ ഫൈനൽ പ്രോഡക്റ്റ് അൾട്ടിമേറ്റ് കൺസ്യൂമറിൻ്റെ കയ്യിൽ എത്തുന്നത് വരെയുള്ള വിവിധ തലങ്ങൾ ഈ രീതി പഠനത്തിൻ്റെ ഉള്ളിൽപ്പെടുന്നതാണ്. ദ ബെസ്റ്റ് വേ കണ്ടെത്തലാണ് നമ്മൾ മെത്തേഡ് സ്റ്റഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈലർ ഒരു പുതിയ കൺസെപ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അസംബ്ലി ലൈൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നു. അതായത് നമ്മളിപ്പോൾ കാർ മാനുഫാക്ചറിങ്ങിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്ങോ ഒക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അസംബ്ലി ലൈൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. വുഡ് എൻറ്റെയിൽ ഡിസൈഡിങ് ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ്, പ്ലേസ് ഫോർ മെൻ, മെഷീൻസ് ആൻഡ് റോ മെറ്റീരിയൽസ് എക്സെട്ര. കൃത്യമായി അവരുടെ സ്ഥാനങ്ങൾ നിർണ്ണയിച്ച് ആ രീതിയിലുള്ള പ്രൊഡക്ഷനെയാണ് നമ്മൾ അസംബ്ലി ലൈൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. The objective of the whole exercise is to minimize the cost of production and to maximize the quality and satisfaction of the customer. മെത്തേഡ് സ്റ്റഡി അനുസരിച്ച് ദ ബെസ്റ്റ് വേ കണ്ടെത്തുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ത്രൂ ദാറ്റ് വി ക്യാൻ മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ആ ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ചെലവുകളെ ഏറ്റവും കുറവിലേക്ക് കൊണ്ടുവന്ന് ആൻഡ് മാക്സിമൈസ് ദ ക്വാളിറ്റി ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഓഫ് ദ കസ്റ്റമർ. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലും കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവലിലും ഏറ്റവും മാക്സിമം എക്സ്റ്റെൻറ്റ് വർദ്ധിപ്പിക്കുന്ന ഒരു രീതിനെയാണ് നമ്മൾ മെത്തേഡ് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ടെക്നിക്കിലേക്ക് കിടക്കുകയാണ്. മോഷൻ സ്റ്റഡി. മോഷൻ സ്റ്റഡി റെഫേഴ്സ് ദ സ്റ്റഡി ഓഫ് വേരിയസ് മൂവ്മെൻറ്റ്സ് ലൈക്ക് സിറ്റിംഗ്, സ്റ്റാൻഡിംഗ്, ഹോൾഡിംഗ്, ടേണിംഗ്, ചേഞ്ചിങ് പൊസിഷൻ എക്സെട്ര ഓഫ് ദ വർക്കേഴ്സ് while performing a particular job. This study helps eliminating unnecessary movements and increase the efficiency. ഇപ്പോൾ മോഷൻ സ്റ്റഡി അഥവാ ചലന പഠനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം ഓർഗനൈസേഷനിൽ വർക്കേഴ്സ് ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് മൂവ്മെൻറ്റ്സ്, ചലനങ്ങളുണ്ട്. ഈ ചലനങ്ങളിൽ തന്നെ പ്രൊഡക്റ്റീവായിട്ടുള്ളതുണ്ട്, അൺപ്രൊഡക്റ്റീവായിട്ടുള്ളതുണ്ട്. ഇതിൽ പ്രൊഡക്റ്റീവായിട്ടുള്ളതിനെ നിലനിർത്തി അൺപ്രൊഡക്റ്റീവായിട്ടുള്ളതിനെ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. Unnecessary movements are sought to be eliminated so that it takes less time to complete the job efficiently. അപ്പോൾ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായകരമാവും മോഷൻ സ്റ്റഡി കൊണ്ട്. ഇതാണ് മോഷൻ സ്റ്റഡി ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ടൈം സ്റ്റഡി. Time study determines the standard time taken by a workman to perform a given task. Its purpose is to decide how much time is normally required by a worker to perform a certain job. Time study അഥവാ സമയ പഠനം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ജോബ് അല്ലെങ്കിൽ ഒരു ജോലി ചെയ്തു തീർക്കുന്നതിന്, വിജയകരമായി ചെയ്തു തീർക്കുന്നതിന് ഒരു വർക്കറിന് എത്ര സമയം ആവശ്യമായി വരുന്നു എന്ന് കണ്ടെത്തലാണ്. അത് പല ടൈം മെഷറിംഗ് ഡിവൈസസ് വെച്ച് നമ്മൾ കൃത്യമായി അസസ് ചെയ്ത് നമ്മളതിൻ്റെ ടൈം, സ്റ്റാൻഡേർഡ് ടൈം കണ്ടെത്തുന്നു. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് അങ്ങനത്തെ ജോബുകൾ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ആളുകൾ വേണം, അതുപോലെ എത്ര സമയം എടുക്കുന്നൊക്കെ കണ്ടെത്താൻ പറ്റും. ഇത് തന്നെയാണ് നമ്മൾ ടൈം സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻസെൻറ്റീവ് പ്ലാനുകൾ ഫ്രെയിം ചെയ്യാനും അതുപോലെ തന്നെ ലേബർ കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും ടൈം സ്റ്റഡി കൊണ്ട് നമുക്ക് ഉപകാരപ്രദമാവാറുണ്ട്. ഓക്കെ, നമ്മൾ അടുത്ത ടെക്നിക്കാണ് ഫാറ്റിക് സ്റ്റഡി അഥവാ ക്ഷീണ പഠനം എന്ന് പറയുന്നു. ഫാറ്റിക് സ്റ്റഡി ഇൻറ്റൻസ് ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇൻ്റർവൽസ് ദാറ്റ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ടു എ വർക്കർ ഇൻ കംപ്ലീറ്റിംഗ് എ ജോബ് എഫിഷ്യൻ്റ്ലി. വർക്കേഴ്സ് കനോട്ട് വർക്ക് അറ്റ് എ സ്ട്രെച്ച്. നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഒരു ജോബ് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സ്റ്റാമിനയിൽ ചെയ്തു തീർക്കാൻ പറ്റില്ല. ഹി നീഡ് ഇൻ്റർവെൽസ്, അതായത് കൃത്യമായിട്ടുള്ള ബ്രേക്കുകൾ ആവശ്യമാണ്. ദ റെസ്റ്റ് ഇൻ്റർവെൽസ് വിൽ ഹെൽപ്പ് വൺ ടു റീഗെയിൻ സ്റ്റാമിന ആൻഡ് വർക്ക് അഗെയിൻ വിത്ത് ദ സെയിം കപ്പാസിറ്റി. അങ്ങനത്തെ റെസ്റ്റ് ഇൻ്റർവെൽ കിട്ടിക്കഴിഞ്ഞാൽ വർക്കേഴ്സിന് അവരുടെ ക്ഷീണങ്ങൾ കുറച്ച് വീണ്ടും അതേ സ്റ്റാമിനയിൽ വീണ്ടും ജോലി ചെയ്യുന്നതിനുള്ള ഒരു കപ്പാസിറ്റി എത്തും. ദിസ് വിൽ റിസൾട്ട് increased productivity. Fatigue study seeks to determine the amount and frequency of rest intervals in completing a task. അപ്പോൾ ഫാറ്റിക് സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ജോബ് ചെയ്യുമ്പോൾ, ഒരു ജോലി ചെയ്ത് അവസാനിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ആ വർക്കറിന് എത്ര ഇൻ്റർവെൽ അല്ലെങ്കിൽ എത്ര ഫ്രീക്വൻസിയും അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂറേഷനും കണ്ടെത്തി മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ ഫാറ്റിക് സ്റ്റഡി. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ഒരു ഫാറ്റിക് സ്റ്റഡി
സയൻറ്റിഫിക്കായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയീസിന് അവരുടെ സ്റ്റാമിന നിലനിർത്തിക്കൊണ്ട് കുറച്ചുകൂടി എനർജിയിൽ പ്രൊഡക്റ്റീവായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. ഇതാണ് ഫാറ്റിക് സ്റ്റഡി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 7ാമത്തെ ടെക്നിക്കിലേക്ക് കിടക്കുകയാണ്. ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. Differential piece wage system is a system of wage payment in which efficient and inefficient workers are paid at different rates. Taylor has suggested 2 types of wages for similar work: higher wages for efficient workers and lower wages for inefficient workers. ഈ ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു വേജ് പേയ്മെൻറ്റ് സിസ്റ്റം ടൈലർ കൊണ്ടുവന്നത്, ടൈലറിൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഓർഗനൈസേഷനിൽ 2 തരത്തിലുള്ള ജോലിക്കാരുണ്ട്, എഫിഷ്യൻറ്റും ഇൻഎഫിഷ്യൻറ്റും. നമ്മൾ നേരത്തെ നിശ്ചയിച്ച സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ഉള്ളിൽ ജോലി ചെയ്യുന്നവരെ എഫിഷ്യൻറ്റ് വർക്കേഴ്സ് എന്നും അതിൽ കൂടുതൽ സമയം എടുക്കുന്നവരെ ഇൻഎഫിഷ്യൻറ്റ് വർക്കേഴ്സ് എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ദെൻ എഫിഷ്യൻറ്റ് വർക്കേഴ്സിന് ഹയർ റേറ്റ് ഓഫ് പേയ്മെൻറ്റും ഇൻഎഫിഷ്യൻറ്റ് വർക്കേഴ്സിന് ലോവർ റേറ്റ് ഓഫ് പേയ്മെൻറ്റുമാണ് ടൈലർ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത്. നമുക്കതൊരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. എല്ലാവരും ഇവിടെ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. നമുക്കിവിടെ തന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പെർ ഡേ. ഒരു ഓർഗനൈസേഷനിൽ അവിടെ ഒരു ദിവസം സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 10 യൂണിറ്റാണ് ഒരു വർക്കറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. ദെൻ ദോസ് ഹൂ മെയ്ഡ് സ്റ്റാൻഡേർഡ് ആൻഡ് മോർ ദാൻ സ്റ്റാൻഡേർഡ് വിൽ ഗെറ്റ് 50 പെർ യൂണിറ്റ്, ₹50 പെർ യൂണിറ്റ്. ചില വർക്കേഴ്സിന് 10 യൂണിറ്റോ അതിൻ്റെ മുകളിലോ, സ്റ്റാൻഡേർഡോ അതിൻ്റെ മുകളിലോ പെർഫോം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയുള്ള വർക്കേഴ്സിന് ₹50 പെർ യൂണിറ്റും. ദെൻ ദോസ് ബിലോ സ്റ്റാൻഡേർഡ് വിൽ ഗെറ്റ്, അതിന് താഴെ വരുന്ന ആളുകൾക്ക് 10 യൂണിറ്റ് എത്താൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ ദേ വിൽ ഗെറ്റ് ₹40 പെർ യൂണിറ്റും ആണ് അവിടെ നമ്മൾ ടൈലർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ നമുക്ക് നോക്കാം. ഇതൊരു എക്സാമ്പിളാണ്. ഇഫ് എ വർക്കർ ഏബിൾ ടു മേക്ക് 11 യൂണിറ്റ്സ് ഇൻ എ ഡേ, അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് 10 ആണ്, ഇവിടെ വർക്കർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 11 യൂണിറ്റാണ്. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡിൻ്റെ എബോവ് വന്നിട്ടുണ്ട്. സോ എബോവ് വരികയാണെങ്കിൽ 50 യൂണിറ്റ്സ് ആണ് പെർ യൂണിറ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദ വർക്കർ വിൽ ഗെറ്റ് 11 ഇൻറ്റു, അതായത് ആൾ പ്രൊഡ്യൂസ് ചെയ്ത നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു റേറ്റ് 50, ഹി വിൽ ഗെറ്റ് ₹550. ദെൻ whereas a worker who makes only 9 units in a day, 10 യൂണിറ്റ്സ് ആണ് സ്റ്റാൻഡേർഡ്, ആ വർക്കർ 9 യൂണിറ്റ് ആണ് ഉണ്ടാക്കിയെങ്കിൽ സ്റ്റാൻഡേർഡിനേക്കാളും ബിലോ ആണെങ്കിൽ 40 പെർ യൂണിറ്റ്സ് ആണ്. നോക്കാം, ഹി വിൽ ഗെറ്റ് 9 ഇൻറ്റു, ആൾ പ്രൊഡ്യൂസ് ചെയ്ത നമ്പർ 9 ആണ്, 9 ഇൻറ്റു 40 360 ആണ് ആൾക്ക് കിട്ടുക. സോ ഇവിടെ ഒരു കാര്യം നമുക്ക് ക്ലിയർ ആണ്. 10 യൂണിറ്റ് ആണ് സ്റ്റാൻഡേർഡ്, അതിൻ്റെ മുകളിൽ പെർഫോം ചെയ്ത അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹി വിൽ ബി എ എഫിഷ്യൻറ്റ് വർക്കർ. അപ്പോൾ ഇവിടുത്തെ നോക്കാം നമുക്ക്. സോ ഹിയർ an efficient worker will get ₹190 more than an inefficient worker. ഇൻഎഫിഷ്യൻറ്റ് വർക്കറിന് അയാൾ 9 യൂണിറ്റ് ഉണ്ടാക്കിയുള്ളൂ, പക്ഷേ എഫിഷ്യൻറ്റ് വർക്കർ 11 യൂണിറ്റ് ഉണ്ടാക്കി. ആ 11 യൂണിറ്റ് ഉണ്ടാക്കിയതിൻ്റെ കാരണത്താൽ അദ്ദേഹത്തിന് ₹190 അദ്ദേഹത്തിന് അധികമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് എ റിവാർഡ് ഫോർ ഹിസ് എഫിഷ്യൻസി. ആൾസോ ദ ഡിഫറൻസ് ഇൻ 190 should be enough for the inefficient worker to be motivated to perform well in future. ഈ 190 തന്നെ ഇൻഎഫിഷ്യൻറ്റ് വർക്കറിന് ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനുമായിട്ട് മാറാം. ഇതാണ് നമ്മുടെ ടൈലറിൻ്റെ ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മളിവിടെ ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ 7 ടെക്നിക്സ് നമ്മളിവിടെ പഠിച്ചു. നമുക്കറിയാം, ഫസ്റ്റ് വൺ ആയിരുന്നു ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് നമ്മൾ പഠിച്ചു. ദെൻ ആഫ്റ്റർ ദാറ്റ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്, ദെൻ മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി ആൻഡ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. ഓക്കെ, നമ്മൾ ടെക്സ്റ്റിലെ അവസാനത്തെ ഒരു ഭാഗം കൂടിയുണ്ട്, അടുത്തൊരു സെഷനാണ്, നമ്മൾ അതിലേക്ക് കിടക്കുകയാണ്. മെൻ്റൽ റെവല്യൂഷൻ. ചേഞ്ച് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ടുവേർഡ്സ് വൺ അനദർ. മെൻ്റൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചസിനെയാണ് മെൻ്റൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചസ് എന്ന് പറയുന്നത് വർക്കേഴ്സിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ഭാഗത്തുള്ള ആറ്റിറ്റ്യൂഡിൽ വരുന്ന വ്യത്യാസം. That means from competition to cooperation, both should realize
that they are require one another. Both should aim to increase size of surplus. This attitude will help both of them also for the company. അപ്പോൾ ഇങ്ങനെ ആ ഓർഗനൈസേഷനിലെ എംപ്ലോയറും അതുപോലെ എംപ്ലോയിയും അല്ലെങ്കിൽ എംപ്ലോയിയും മാനേജ്മെൻറ്റും അവരുടെ ആ ആറ്റിറ്റ്യൂഡിൽ വരുന്ന വ്യത്യാസം കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ അവർക്കും അതുപോലെ തന്നെ നമ്മുടെ കമ്പനിക്കും ഉണ്ടാകുന്നുണ്ട്. ഈ ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചസിനെയാണ് നമ്മൾ മെൻ്റൽ റെവല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എന്നെടുത്തത് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.